ദക്ഷിണ കൊറിയയിൽ നടന്ന ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള ചർച്ചകൾക്ക് ശേഷം അമേരിക്കയ്ക്ക് ചൈനയുമായി വളരെ വേഗം വ്യാപാര കരാറിൽ ഒപ്പുവെക്കാൻ കഴിയുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ചൈനയ്ക്ക് മേലുള്ള തീരുവ കുറയ്ക്കുമെന്നും വ്യാപാര തടസ്സങ്ങൾ അവസാനിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ്വ്യവസ്ഥകൾക്കിടയിൽ വ്യാപാര സംഘർഷങ്ങൾ ഉടലെടുത്തതിന് ശേഷമുള്ള ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ വൻ വഴിത്തിരിവായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ദക്ഷിണ കൊറിയയിൽ നടന്ന ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള ചർച്ചകൾക്ക് ശേഷം അമേരിക്കയ്ക്ക് ചൈനയുമായി വളരെ വേഗം വ്യാപാര കരാറിൽ ഒപ്പുവെക്കാൻ കഴിയുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ചൈനയ്ക്ക് മേലുള്ള തീരുവ കുറയ്ക്കുമെന്നും വ്യാപാര തടസ്സങ്ങൾ അവസാനിപ്പിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അപൂർവ ധാതുക്കളുടെ വിതരണത്തെ ചൊല്ലി ചൈനയും അമേരിക്കയുമായി നിലനിന്ന തർക്കം പരിഹരിച്ചുവെന്നും ചൈന അമേരിക്കൻ കാർഷികോൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് സോയാബീൻ വാങ്ങുന്നത് പുനരാരംഭിക്കുമെന്നും അമേരിക്ക ചൈനയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ താരിഫ് കുറയ്ക്കുമെന്നും ട്രംപ് പറഞ്ഞു. നിരവധി അമേരിക്കൻ പൗരന്മാരുടെ മരണങ്ങൾക്ക് കാരണമായ സിന്തറ്റിക് ഒപ്പിയോയിഡ് ഫെന്റനൈലിന്റെ ഉൽപാദനം തടയാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ചൈനീസ് പ്രസിഡന്റ് സമ്മതിച്ചതായും പകരമായി അമേരിക്ക ഫെന്റനൈലുമായി ബന്ധപ്പെട്ട താരിഫ് 20% നിന്നും 10% കുറയ്ക്കുമെന്നും മൊത്തത്തിലുള്ള താരിഫ് 57% നിന്നും 47% കുറയ്ക്കുമെന്നും കൂടിക്കാഴ്ച വലിയ വിജയമായിരുന്നുവെന്നും ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഏപ്രിലിൽ ചൈന സന്ദർശിക്കുമെന്നും ഷീ ജിൻപിങ് വൈകാതെ തന്നെ യുഎസിൽ വരുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. എന്നാൽ ചൈന ഇതുവരെ ഔദ്യോഗിക പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.